ഇതിപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ്. ഞങ്ങൾ ഇതെങ്ങനെയാണ് 3 ലക്ഷത്തിൻ്റെ കടം തീർക്കാൻ പറ്റുന്നത്. അത് ഞങ്ങൾക്ക് മറ്റൊരു വരുമാനം കിട്ടുന്നുണ്ട്. ആ മറ്റൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെയായിട്ട് നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ആ യൂട്യൂബ് ചാനലിന്റെ വരുമാനമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഫാമിലി എന്ന ചാനലിലൂടെ വെളിപ്പെടുത്താൻ പോകുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടി, എത്ര രൂപ കിട്ടിയതിന്റെ ടോപ്പ്, എത്ര രൂപ ഏറ്റവും കുറഞ്ഞ് കിട്ടിയത്, പിന്നെ ഇതുവരെ നമുക്ക് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് എന്തൊക്കെ നേടാൻ സാധിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി? 3 വർഷമായി നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 3 വർഷം കഴിഞ്ഞു അല്ലേ? 3 വർഷം കഴിഞ്ഞു. ഇതില് ഒന്നാമതൊരു കാര്യം, നമ്മള് മൊണറ്റൈസ് ആവാണ്ട് നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടൂല അല്ലെ? മൊണറ്റൈസ് ആവാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല, നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാടാണ്. ഞങ്ങള് ആദ്യത്തെ 1 വർഷം ആയപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ ഇടുന്നു. എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് ഇടുന്നു. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞങ്ങള് എന്താ പറയാ, അതെ, അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ വീട്ടില് തന്നെ പല വീഡിയോസ് ആയിട്ടായിരുന്നു, ചെറിയ കൃഷിയുടെ കാര്യങ്ങളൊക്കെ. പിന്നെയാണ് നമ്മൾ പുറത്തിട്ട് പോയത് അല്ലേ? പുറത്തിട്ട് പോയപ്പോഴാണ് ഫസ്റ്റ് വീടിന്റെ മേളില്, ഞങ്ങളുടെ ഈ ഇപ്പൊ താമസിക്കുന്ന ഈ വീടിന്റെ മേളില് ടെറസിലായിട്ട് ഒരു പ്ലാസ്റ്റിക് വിരിച്ചിട്ട് അതിന്റെ മേളില് കുറച്ച് കുറ്റിക്കുരുമുളക് ഗ്രോ ബാഗില് ചെയ്തേക്കുന്നത്. അത് അത്യാവശ്യം 500-600 പേർക്ക് കണ്ടിട്ടുണ്ടായുള്ളൂ. ആദ്യമായിട്ട് ഞങ്ങൾക്ക് 100 വ്യൂസ് ഒക്കെ കിട്ടിയത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം 100 ആൾക്കാർ കണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ്. പിന്നെയാണ് കാര്യമില്ലെന്ന് മനസ്സിലായത് തന്നെയാണ്. കാരണം ഈ മോണറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒക്കെ മനസ്സിലായത് അപ്പോഴാണ്. നമുക്ക് 1000 ഫോളോവേഴ്സ് വേണം, പിന്നെ 4000 വാച്ച് അവർ വേണം. പക്ഷെ ഈ കൃഷിയുടെ ചാനലായതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിരുന്നു, ഈ വാച്ച് ടൈം പെട്ടെന്ന് കയറി വന്നു. കാരണം നമുക്കൊരു 10 മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റ് ഒക്കെ നമുക്ക് ആവറേജ് വ്യൂ കിട്ടുമോ. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ ആദ്യത്തെ 1 വർഷം ഞങ്ങള് ആദ്യത്തെ 1-2 വർഷം ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു. ഞാൻ ആ സമയത്തല്ല, ഇപ്പൊ കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ ഞാൻ സ്വിഗ്ഗിയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പൊ കാലത്ത് ഷൂട്ടിങ്ങും പിന്നെ എഡിറ്റിങ്ങും പിന്നെ 5-5:30 ആകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങും, ജോലിക്കായിട്ട് ഇറങ്ങും. പിന്നെ വെളുപ്പിന് 2 മണി വരെ ജോലിയാണ്. അതിനുശേഷം ഇവിടെ വന്ന് കിടന്നുറങ്ങി വീണ്ടും അടുത്ത ഷൂട്ടിങ്ങിന്, അങ്ങനെ ഡെയിലി ഷൂട്ടിങ്ങും ഡെയിലി വീഡിയോ എഡിറ്റിങ്ങും ഡെയിലി വീഡിയോ അപ്ലോഡിങ് ആയിരുന്നു. ഒരു ദിവസം പോലും ഞങ്ങൾ കുറയാതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയാ, നമ്മളെ തുടങ്ങാനുള്ള കാരണം എന്താ? തുടങ്ങാനുള്ള ഒരു കാരണം, നമ്മുടെ ചാനലിൽ തുടങ്ങാനുള്ള കാരണം, ഞങ്ങള് ഇനി ഞങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ PG വരെ കഴിഞ്ഞു, ആളും PG കഴിഞ്ഞാണ്. മറ്റൊരാളുടെ കീഴിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ വന്നതിനിപ്പോൾ ഇനി പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള ഒരു മെയിൻ കാരണം, നാളെ രക്ഷപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തോടനുബന്ധിച്ചും മറ്റു പല കാര്യങ്ങളും, ഇപ്പോൾ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് കല്യാണം നടത്തി, ഉള്ളതായും പറയാൻ. അപ്പോൾ ഒരു 3 ലക്ഷം രൂപ കടമുണ്ടാവും. 3 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഈ 3 ലക്ഷം രൂപ ഞങ്ങൾ അടച്ചത് യൂട്യൂബ് വരുമാനം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ കിട്ടിയ വരുമാനം കൊണ്ടാണ്. ഉള്ള കാര്യമാണ്. അതും ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഈ 2 വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഈ വരുമാനം എത്രയാണ്, ഇത്ര നാളും കൊണ്ട് എത്ര കിട്ടി, പിന്നെ ഒരു മാസം എത്ര വരെ കിട്ടും, ഞങ്ങളുടെ ചാനലിന് എത്ര വരെ കിട്ടും, ഏറ്റവും കുറഞ്ഞത് എത്ര കിട്ടും, ഏറ്റവും കൂടുതൽ എത്ര കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനിയിപ്പോ ഉള്ള കാര്യം പറയാലോ, കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കൃത്യമായ വരുമാനമുണ്ട്. പക്ഷെ എല്ലാ മാസവും ഞങ്ങൾക്ക് വരുമാനം ഉള്ള കാര്യമാണ്. എല്ലാ മാസവും ഞങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ചില വീഡിയോസ് മാത്രമാണ് ചിലപ്പോൾ ഒരു 10,000 പേര് 20,000 പേരൊക്കെ കണ്ടിരുന്നത്. പിന്നെ ആകെ ഒരു വീഡിയോ മാത്രമാണ് 2,80,000 പേര് കണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചാനലിന്റെ എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലിന് 4,000 പേര് കാണുമ്പോഴാണ് $1 കിട്ടുന്നത്. അതാണ് നമ്മുടെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള പരസ്യങ്ങളൊക്കെയാണ് തരുന്നത്.
അപ്പോൾ 4000 പേര് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞങ്ങളുടെ ചാനലിലെ മിക്ക വീഡിയോസും കണ്ടറിയാം 5000 പേര് 7000 പേര്. അപ്പോൾ തന്നെ ഒരു $1 അല്ലെങ്കിൽ $2 ഒരു വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് ചിലവാങ്ങുന്നത് എന്താ പറയുക, ഞാൻ സ്വിഗ്ഗിയിൽ ഓടിയിട്ട് കിട്ടുന്ന പൈസ പെട്രോൾ അടിക്കാനും ഒക്കെയായിരുന്നു കിട്ടിയത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കിട്ടിയ വരുമാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് പറയേണ്ട കാര്യമാണല്ലോ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. പിന്നെ ഇത് എങ്ങനെ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതെങ്ങനെ, ഒരിക്കലും കടന്നു വാങ്ങിച്ചിട്ടല്ല കേട്ടോ, അത് സോഷ്യൽ മീഡിയ തന്നെയാണ്, യൂട്യൂബ് വരുമാനത്തിൽ, അത് യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മാസത്തിൽ എത്ര കിട്ടി? ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും വരുമാനമുണ്ട്. അതായത് അത് അത്യാവശ്യം വരുമാനമുണ്ട് നമുക്ക് എല്ലാ മാസവും. ഇപ്പൊ ഞങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഇല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വരുമാനമുണ്ട്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിപ്പോ ഒരു 5-6 മാസമായിട്ട് ഒരു മാസം ഒരു 15 വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കർഷകരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് 15-20 വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ചില വീഡിയോസ് 10,000 പേര് 20,000 പേർക്ക് കാണും, അല്ലെങ്കിൽ 15,000 പേര് കാണും. അന്നേരം നമുക്ക് അത്യാവശ്യം ചെറിയൊരു വരുമാനം കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് വരുമാനം. ഇതിപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മന്ത് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണണം, ഞാൻ കാണിച്ചു തരാം. $126.18 അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ ഡോളറിന് വരുന്നത് 84 രൂപ, 83 ആയിരുന്നു കഴിഞ്ഞ മാസം, അങ്ങോട്ട് 84 ഇതാണ് നമുക്ക് കഴിഞ്ഞ മാസം, അതായത് ഈ മാസം, കഴിഞ്ഞ മാസത്തെ പൈസ ഈ മാസം കിട്ടിയത്. അപ്പം പലപ്പോഴും $100 ആവാൻ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ 3-4 മാസമായിട്ട് ഇപ്പം $100 ഇപ്പം ഞാൻ കാണിച്ച പോലെ $126, ഇതിന് മുമ്പത്തെ അങ്ങാണ്ട് $130 സംതിങ് ഒക്കെയാണ് നമുക്ക് കിട്ടിയാറുണ്ട്. അപ്പൊ ഇത്ര വലിയ സംഭവമൊന്നുമില്ല, ഒരു 10 രൂപ 10 സംതിങ്. ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ ശേഷം അത്യാവശ്യം ക്യാഷ് കിട്ടിയായിരുന്നു. പിന്നെ അതായത് ആദ്യത്തെ ആ ഒരു വർഷം കഴിഞ്ഞ്, അതായത് മോണറ്റൈസേഷൻ കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഏറ്റവും ടോപ്പ് കിട്ടിയത്, ഏറ്റവും ടോപ്പായിട്ട് ഒരു മാസം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് $240 $244-45 അങ്ങനെ എന്തോ ആയിരുന്നു. അത്രയും, അതായത് അപ്പോൾ തന്നെ ഒരു 18-16 ഒരു 17 ഒരു 20,000 രൂപ അങ്ങനെയായിരുന്നു നമുക്കത് കിട്ടിയത്. പിന്നെ അതിനുശേഷം വീഡിയോസ് കുറഞ്ഞു പോയിരുന്നു, ഇടാൻ പറ്റാത്തൊരവസ്ഥകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതിനപ്പോൾ ഒരു മാസം $25 വരെ ആയിട്ട്, അതായത് നമുക്ക് $100 ആയാലാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം വലിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ $100 ആവാൻ വേണ്ടി 3 മാസവും 4 മാസമൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ 3 വർഷത്തിൽ 2 വർഷം ഞങ്ങൾക്ക് വരുമാനം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അല്ല, 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഈ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ, അതായത് 2-3 മാസം കൂടുമ്പോൾ ഒരു $100 കിട്ടിയ ഒരു 8,000 അല്ലെങ്കിൽ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് 3 ലക്ഷത്തിൻ്റെ കടം തീർക്കാൻ പറ്റുന്നത്. അത് ഞങ്ങൾക്ക് മറ്റൊരു വരുമാനം കിട്ടുന്നുണ്ട്. ആ മറ്റൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേസ്ബുക്ക് വരുമാനം. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഫേസ്ബുക്ക് വരുമാനം, എത്ര രൂപ കിട്ടുന്നുണ്ട് ഫേസ്ബുക്ക് വരുമാനം എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്, ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് എത്ര രൂപ വരെ കിട്ടുന്നുണ്ട്, കാരണം 3 ലക്ഷം രൂപ കടം തീർക്കണം, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ചിലവ് നടത്തണം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വരുമാനം അത്യാവശ്യം കിട്ടിയിരുന്നു. അതെങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം, അതായത് എടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനലുള്ള ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം ഇതാണ്. ഇനി ഫേസ്ബുക്ക് വരുമാനം എന്താണ്, എത്ര രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ.